ശിർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറയാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പറയണത് സിഹ്ർ ചെയ്യല്ലേ എന്ന് പറയണത്. അതെന്റെ പ്രിയപ്പെട്ടവരെ വൻപാപമാ. ഒരാളെ നശിപ്പിക്കാൻ സിഹ്ർ ചെയ്യുന്ന വാപ്പമാരോടും ഉമ്മമാരോടും പറയാ, അതെന്റെ പ്രിയപ്പെട്ടവരെ എത്ര കഴിക്കളഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയപ്പെട്ടവരെ പൊരുത്തപ്പെടിച്ചു തരില്ല. ഏർവാടിയിൽ പോകുമ്പോ, ഉള്ളാളത്ത് പോകുമ്പോ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എരുമാട് മക്കാമിൽ പോകുമ്പോ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും സിഹിറേറ്റിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരുപാട് പാവങ്ങൾ. അല്ലാ, സിഹിറിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ, കണ്ണേറിനെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ആരാണോ ശിർക്ക് ചെയ്യണവരാരാ, അവര് നരകത്തിലേക്കുള്ള ആദ്യത്തെ വിഭാഗമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ, നീ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രണ്ട്, നരകത്തിലേക്ക് കടക്കാത്ത രണ്ടാമത്തെ വിഭാഗം ആരാ? ആദ്യത്തെ വിഭാഗം ശിർക്ക് ചെയ്യാത്തവര്. രണ്ടാമത്തെ വിഭാഗം ആരാ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, നരകത്തിലേക്ക് കടക്കാത്ത രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ഏതെന്നറിയോ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ഐനാനില തമസുഹുമാ അന്നാർ, ഐനും ബക്കത്തു മിൻ ഖശിയത്തില്ലാഹ് വഐനും ബാതത് തഹ്റസു ഫീ സബീലില്ലാഹ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്നു, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന ഒരാളുടെ കണ്ണുണ്ടല്ലോ, ഒരിക്കലും അതാ നരകത്തിലേക്ക് കടക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആരാണോ കരയുന്നവരാരാ? അല്ലാഹുവിന്റെ മുമ്പിൽ കരയുന്നവരാരാ? അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അവരതാ നരകത്തിലേക്ക് കടക്കൂല. അതുകൊണ്ട് പ്രിയമുള്ള പെങ്ങന്മാരോട് പറയുകയാ, പാപ്പമാരോട് പറയുകയാ, നരകമെന്ന് പറയുന്നോ ഏറ്റവും വലിയ അദാബിൽ നിന്നു കാവല് വേണോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ മുമ്പിലോ കരഞ്ഞ കണ്ണുകളേതാ? അല്ലാഹുവിന്റെ മുമ്പിലോ കരഞ്ഞ കണ്ണുകളേതാ? അവരതാ നരകത്തിലേക്ക് കടക്കൂല. റജബ് മാസം അതാ കടന്നു വന്നല്ലോ. ഞാനും നിങ്ങൾ ദുആ ചെയ്യുന്നൊരു ദുആയുണ്ടോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും അല്ലാഹ് ബറക്കത്ത് തരണേ അല്ലാ. അതികടല് പടച്ചവനോട് ദുആ ചെയ്യുന്നൊരു ദുആയുണ്ടോ? വബല്ലിഅനാ റമളാൻ. ഒരുപാട് പ്രതിഫലങ്ങളുള്ള, ഒരുപാട് ആനന്ദമുള്ള, ഒരുപാട് മഹത്വമുള്ള, ഒരുപാട് സന്തോഷമുള്ള റമളാനുണ്ടല്ലോ, ഞങ്ങളിലേക്ക് ആഗതമാക്കണ അല്ലാ എന്ന് പറഞ്ഞു ദുആ ചെയ്യുന്നവരോട് പറയുകയാ, റമളാന് കടന്നു വരാന് പോകുകയാ. റജബിന് പ്രിയമുള്ളവരെ, ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുകയാ. ശഅബാന് കടന്നു വരാന് പോകുകയാ. മണിക്കൂറുകളുണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ, ഒഴിവാക്കാൻ പാടില്ല. കരഞ്ഞോ പെങ്ങളെ, കരഞ്ഞോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ മുമ്പിലു കരയുന്നവരാരാ? അവന്റെ ദുആയുണ്ടല്ലോ, അല്ലാഹു തട്ടൂല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ആരാണോ കണ്ണുനീരോടെ ദുആ ചെയ്യുന്നവരാരാ? ആരാണോ കണ്ണുനീരോടെ ഇബാദത്ത് ചെയ്യുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അവരതാ നരകത്തിലേക്ക് കടക്കൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ അല്ലാഹുവിന്റെ മുമ്പിൽ ബക്കറ്റ് വാട്ട ഇൻഷാ അല്ലാഹ് ആണുങ്ങളെ ഭാഗത്തില്ല, ലാസ്റ്റ് മുസാഫത്ത് ഇൻഷാ അല്ലാഹ്. ഇത് ഊരാൻ പറ്റണ ഉസ്താദേ? അല്ല, ഇത് ഇപ്പൊ എന്നാന്നറിയോ, ഈ ബക്കറ്റ് ബില്ല് ഇൻഷാ അല്ലാഹ് വരുമ്പോ ചില ആളുകളുണ്ട്, ഈ വലിയ ബക്കറ്റ് ആണെങ്കിൽ പൈസ ഇട്ടിട്ട് ബാക്കി എടുത്തുകൊണ്ട് പോകുന്ന ചില ആളുകളുണ്ട്. ഇതാവുമ്പോ അൽഹംദുലില്ലാഹ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താവും, തിരിച്ചെടുക്കാൻ കഴിയൂല. ഇൻഷാ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരു ബക്കറ്റ് ഉള്ളു ഉസ്താദേ, ഒരു ബക്കറ്റ് ഉള്ള. ആ
പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് വരും. ആ ബക്കറ്റ് വരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അതിലേക്ക് ആത്മാർത്ഥമായി ഇൻഷാ അല്ലാഹ് സ്വതക്ക കൊടുക്കാൻ കഴിയണം. അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടിലെ വലിയ ആളുകൾ നടത്തുന്ന പരിപാടിയാണോ? ഇത് നമ്മുടെ നാട്ടിലെ വലിയ ചെറുപ്പക്കാർ നടത്തുന്ന പരിപാടിയാണോ? അല്ല. ഇവിടുത്തെ SKSBVയുടെ പാവപ്പെട്ട മക്കൾ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, 10ാം ക്ലാസ്സിലും +1ലും +2ലൊക്കെ പഠിക്കണ, 8ലും 9ലൊക്കെ പഠിക്കണ SKSBVയുടെ പാവപ്പെട്ട മക്കള് SKSFന്റെ SYSന്റെ പ്രവർത്തകർ നടത്തുന്നത് പോലെ അൽഹംദുലില്ലാഹ് അവർ ഈ പരിപാടി ഇവിടെ വെച്ചിരിക്കും. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെന്റെ പ്രിയപ്പെട്ടവരെ കടക്കണിയിലാകാൻ പാടില്ല. നമ്മുടെ SKSBVയുടെ പ്രിയപ്പെട്ട മക്കള് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ കടക്കണിയിലാകാൻ പാടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരും. ആ ബക്കറ്റ് വരുമ്പോ ആത്മാർത്ഥമായി നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സദക്ക ഇൻഷാ അല്ലാഹ് കൊടുക്കുക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആണുങ്ങൾ ചോദിക്കും, ഉസ്താദേ ഞങ്ങൾക്ക് സദക്ക ഇടാൻ പറ്റൂല ഉസ്താദേ? നിങ്ങൾക്കുണ്ട്. അവസാനം ഇൻഷാ അല്ലാഹ് മുസാഫഹത്തുണ്ടപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വരിക. ആത്മാർത്ഥമായി ഇൻഷാ അല്ലാഹ് മുസാഫഹത്ത് ദുആ ചെയ്ത് പിരി. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നബി തങ്ങൾ പറയാ, ആത്മാർത്ഥമായി അള്ളാന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന കണ്ണുകളേതാ? ആരാണോ കരഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യണവരാരാ? അവരെന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിൽ കടക്കൂല എന്ന് നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തിൽ ഞാൻ പറയാ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കഴിയണം പ്രിയപ്പെട്ടവരെ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കഴിയണം. അള്ളാന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സുജൂദ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ദുആ ചെയ്യണവരാരാ? അവരെന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിൽ കടക്കൂല. നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഉമ്മമാരോട് പറയാ, ദുആ ചെയ്യുമ്പോൾ കരയണം. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾ ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വരാറില്ല ഉസ്താദേ, ഞങ്ങൾ ദുആ ചെയ്യുമ്പോ ഞങ്ങൾക്ക് കരച്ചിൽ വരാറില്ല ഉസ്താദേ. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറയാ, ദുആ ചെയ്യുമ്പോ കരച്ചിൽ വന്നില്ലെങ്കിലും കരയുന്നത് പോലെ അഭിനയിക്കണമെന്ന് നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരയുമ്പോ അഭിനയിക്കണമെന്ന് പറഞ്ഞ എന്താ? അള്ളാഹുവേ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി റബ്ബേ, പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, നീ പൊറുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട്, കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ അഭിനയിച്ചെങ്കിലും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, കരഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യണവരാരാ? അവർ അൽഹംദുലില്ലാഹ് നരകത്തിൽ നിന്ന് കാവലുണ്ടെന്ന് നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ കരഞ്ഞ് ദുആ ചെയ്ത് നോക്ക്, നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകും. പിന്നെ ചില ആളുകൾ പറയും, ഉസ്താദേ ഞങ്ങൾ 10 കൊല്ലമായി ദുആ ഇറക്കണം ഉസ്താദേ, ഞങ്ങളുടെ കടങ്ങൾ അല്ലാഹു വീട്ടി തരണില്ല. ഞങ്ങൾ 20 കൊല്ലമായി ദുആ ചെയ്യുന്നു ഉസ്താദേ, ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണില്ല എന്ന് പറയണ വാപ്പമാരോടും ഉമ്മമാരോടും പറയാ, ദുആ ചെയ്യുമ്പോ 3 നിബന്ധനകൾ കൊണ്ടുവരണമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദുആ ചെയ്യുമ്പോ 3 നിബന്ധനകൾ ഒരാളാ ദുആയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. 1, ആരാണോ ഹംദ് പറഞ്ഞ് ദുആ ചെയ്യണവരാരാ? അവരുടെ ദുആക്ക് എന്റെ പ്രിയപ്പെട്ടവർ ഇജാബത്തുണ്ടെന്ന്. ആരാണോ ഹംദ് പറഞ്ഞ് ദുആ ചെയ്യണത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്യണവരാരാ? അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന. 2, ആരാണോ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണത്, അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന. അപ്പൊ എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. 3, ആരാണോ മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും വേണ്ടി ദുആ ചെയ്യണവരാരാ? അവരുടെ ദുആക്ക് എന്റെ പ്രിയപ്പെട്ടവർ ഇജാബത്തുണ്ടെന്ന. ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ റബ്ബന ഗ്ഫിർ ലനാ വർഹംനാ വലി വാലിദീനാ വലി അസാതീദിനാ വലി മശായിഖിനാ. ഇങ്ങനെ ദുആ ചെയ്യണവരാരാ? അവരുടെ ദുആക്ക് എന്റെ പ്രിയപ്പെട്ടവർ ഇജാബത്തുണ്ടെന്ന. എന്നിട്ട് നബി തങ്ങൾ പറയാ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, പടച്ചവനെ ദുആ ചെയ്യുന്നവരാരാ? കണ്ണുനീരോടെ ദുആ ചെയ്യുന്നവരാരാ? അവരുടെ ദുആക്കുണ്ടല്ലോ ഇജാബത്തുണ്ടെന്നതാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളോ ആയിരക്കണക്കാന സഹാബത്തിനോട് പറയുമ്പോ സഹാബത്തുണ്ടല്ലോ നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്
ഏറ്റവും കൂടുതലോ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം എപ്പോഴാ? ഏറ്റവും കൂടുതലോ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം എപ്പോഴാ? നബി തങ്ങൾ അതാ പറയുകയാ, അദ്ദുആഉ അഖിബസ്സലാ. നമസ്കാരത്തിന് ശേഷമുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ, നിസ്കാരത്തിന് ശേഷമുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് അഖിബസ്സലാ, അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന വാപ്പമാരോട് പറയുകയാ, ഉസ്താദേ മക്കളില്ല, ഉസ്താദേ കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, ദുആ ചെയ്തോ പെങ്ങളെ, ദുആ ചെയ്തോ പെങ്ങളെ. ആരാണോ ദുആ ചെയ്യുന്നവരാരാ? അഖിബസ്സലാ, നമസ്കാരത്തിന് ശേഷമുണ്ടല്ലോ ആരാണോ ദുആ ചെയ്യുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ അഖിബസ്സലാ, നിസ്കാരത്തിന് ശേഷം ഉടനെ ദുആ ചെയ്യുന്നവരാരാ? അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ പറയും, ഉസ്താദേ കുടുംബ ജീവിതത്തിൽ ബർക്കത്തില്ല, ഉസ്താദേ 5 കൊല്ലമായി മക്കളില്ല, 6 കൊല്ലമായി മക്കളില്ല. മലപ്പുറം ജില്ലയിൽ താനൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എപ്പോഴും വിളിച്ചിട്ട് പറയും, ഉസ്താദേ 6 കൊല്ലമായി കല്യാണം കഴിഞ്ഞു മക്കളില്ല, 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞു മക്കളില്ല. 11ാമത്തെ കൊല്ലമായപ്പോ ഈ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ ഭാര്യ ഗർഭിണിയായി ഉസ്താദേ, നേരെ ഭാര്യ ഗർഭിണിയായി ഉസ്താദേ. സുബ്ഹാനല്ലാഹ്. ഒരാഴ്ചക്ക് ശേഷം ഈ സഹോദരൻ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ എന്റെ ഭാര്യക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഉസ്താദേ. ഞാൻ ചോദിച്ചു, എന്താ സന്തോഷ വാർത്ത? ഉസ്താദേ 10 കൊല്ലമായിട്ട് അല്ലാഹു മക്കളെ തന്നില്ല, 11ാമത്തെ കൊല്ലമായപ്പോ എന്റെ ഭാര്യ ഗർഭിണിയായി. ഞാൻ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ എന്റെ ഭാര്യയുടെ വയറ്റിൽ ഇരട്ട കുട്ടികളാ ഉസ്താദേ, എന്റെ ഭാര്യയുടെ വയറ്റിൽ ഇരട്ട കുട്ടികളാ ഉസ്താദേ. അതാണ് അല്ലാഹ് 10 കൊല്ലമായിട്ട് അല്ലാഹ് മക്കളെ കൊടുത്തില്ല, 11ാമത്തെ കൊല്ലമായപ്പോ ഭാര്യ ഗർഭിണിയായി. അതും എന്റെ പ്രിയപ്പെട്ടവർ ഇരട്ട കുട്ടികൾ. ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ ആരെങ്കിലുണ്ടോ? ആരെങ്കിലുണ്ടോ? സ്റ്റേജിലുണ്ട്? ആരെങ്കിലുണ്ട്? നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ. ആ ആ നല്ല ഭർത്താക്കന്മാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ. നല്ല ഭർത്താക്കന്മാരെ വേണ്ടവര്. ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് എന്നിട്ട് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവര് കൈവക്കാൻ. അതിൽ 98% പൊക്കിയത് കെട്ടിയവരാ. അല്ലാഹു ഈമാൻ മറവട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഉസ്താദേ ഞങ്ങൾ പെട്ടുപോയി ഉസ്താദ് എന്ന് പറഞ്ഞ എത്രയോ പാവങ്ങള്. ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോ എന്റെ പള്ളിയുടെ മുമ്പിൽ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ എപ്പോഴും എന്നോട് പറയും, ഉസ്താദേ എന്റെ മകൻ വീട്ടിൽ കയറണത് രാത്രി 12 മണിക്കാ ഉസ്താദേ. ആ ഉമ്മ കരഞ്ഞിട്ട് പറയാം, രാത്രി 12 മണിക്കാ ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ വീട്ടിൽ കയറണത്. ഇവനെ എങ്ങനെയെങ്കിലും നിങ്ങൾ രാത്രിയിൽ ഒരു 10 മണിക്കുള്ളിൽ വീട്ടിൽ കയറ്റാൻ എന്തെങ്കിലും ചെയ്തു തരണം ഉസ്താദേ. അപ്പൊ എനിക്ക് മുട്ടയിൽ വന്നിരിക്കലും മുട്ടയിൽ കൂടത്തൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഒരു കല്യാണം കഴിപ്പിക്കാം, ഇവൻ അങ്ങനെയെങ്കിലും രാത്രി 10 മണിക്ക് വീട്ടിൽ കയറും. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു പെണ്ണിനെയൊക്കെ കൊണ്ടുവന്നു, കല്യാണം കഴിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഉമ്മയെ കണ്ടപ്പോൾ ചോദിച്ചു, ഉമ്മ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇവൻ രാത്രി 10 മണിക്കുള്ളിൽ വീട്ടിൽ കയറുന്നുണ്ടോ? അപ്പൊ ഉമ്മ നിറകണ്ണുകളോടെ പറയും, ഉസ്താദേ കല്യാണത്തിന് മുമ്പ് വീട്ടിൽ കയറിയത് 12 മണിക്ക്, കല്യാണത്തിന് ശേഷം വീട്ടിൽ കയറണത് 2:30 മണിക്ക് 3 മണിക്ക് ഉസ്താദേ. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു സമാധാനം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആണുങ്ങൾ ചിരിക്കണ്ടപ്പാ, പെണ്ണുങ്ങളും വരാതെ. എന്നോട് വയനാട് ജില്ലയിലെ ഒരു ഉമ്മ എപ്പോഴും വിളിച്ചിട്ട് പറയും, ഉസ്താദേ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു അസറായിൽ വന്നു ഉസ്താദേ. എന്താ പറഞ്ഞേ? എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു അസറായിൽ വന്നു ഉസ്താദേ, എന്റെ വീട്ടിൽ മാത്രം അസറായിൽ വരണില്ല. ഞാൻ ചോദിച്ചു, പെങ്ങളെ അസറായിലിനെ കാണാൻ അത്ര ബോധിയായിട്ടാ? അതൊന്നും അല്ല ഉസ്താദേ, എന്റെ ഭർത്താവ് കള്ളു കുടിക്കും ഉസ്താദേ, കള്ളു കുടിച്ചിട്ട് എന്നെ വന്ന് തല്ലു ഉസ്താദേ, അങ്ങനെ തല്ലി ഞാൻ റബ്ബർ പന്ത് പോലെ ആയി ഉസ്താദേ, എനിക്ക് വയ്യ ഉസ്താദേ, അയാൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി ഉസ്താദേ എന്നൊരു പാവപ്പെട്ട പെങ്ങള് പറയുമ്പോ, ആരാണോ ഖുർആനിൽ ഒരായത്തുണ്ട്, ഈ ദുആ ചെല്ലണവരാരാ? അവരുടെ കുടുംബ ജീവിതത്തിലും ദാമ്പത്തിക ജീവിതത്തിലും മക്കളിലും പരമ്പരയിലും അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നോടൊരു വാപ്പ പറഞ്ഞു, ഉസ്താദേ 3 മക്കളുണ്ട് ഉസ്താദേ. മക്കളെ അല്ലാഹു ആർക്കും കൊടുക്കാം, സ്വാലിഹീങ്ങളാകുന്ന മക്കളെ കിട്ടാൻ വല്ലാത്ത പ്രയാസം. എന്നോടൊരു വാപ്പ പറഞ്ഞു, ഉസ്താദേ 3 മക്കളുണ്ട് ഉസ്താദേ. എന്താ പറഞ്ഞ? 3 മക്കളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്
അപ്പൊ ആ ചങ്ങാതി കരഞ്ഞിട്ട് പറയും ഉസ്താദേ അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഉസ്താദേ. എന്തേ? ഞാൻ ഓരോ ആഴ്ചയിലും ഓരോ പോലീസ് സ്റ്റേഷനിലാണ് ഉസ്താദേ. അല്ലാഹു നൽകും മറവട്ടെ. എന്താ പറഞ്ഞേ? എനിക്ക് 3 ആൺമക്കളാ ഉസ്താദേ. ഞാൻ ഓരോ ആഴ്ചയിലും ഓരോ പോലീസ് സ്റ്റേഷനിലാണ് ഉസ്താദേ. എനിക്ക് പോലീസ് സ്റ്റേഷൻ, വീട് പോലീസ് സ്റ്റേഷൻ, അങ്ങനെയുള്ളൊരവസ്ഥ ഉസ്താദേ എന്നൊരു പാവപ്പെട്ട സഹോദരൻ പറയുമ്പോ ഞാൻ പറയാ, ഖുർആനിൽ ഒരായത്തുണ്ട്, ഒരു ദുആയുണ്ട്. ഇത് ചൊല്ലണവരാരാ, കരഞ്ഞു ദുആ ചെയ്യണവരാരാ, അവരുടെ കുടുംബ ജീവിതത്തിലും മക്കളിലും പരമ്പരയിലും അള്ളാഹു ബറക്കത്ത് നൽകുമെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂലാക്കും മറവട്ടെ. അപ്പൊ പറഞ്ഞെന്നാ ചൊല്ലൂലേ? അപ്പൊ ചൊല്ലണവര് ഒന്ന് കൈവോക്കിയപ്പ നോക്കട്ടെ. ഇതാരാ ചൊല്ലണ്ടേ? പ്രേമിക്കണവരാ? കാമുകന്മാരാ ചൊല്ലണ്ടേ? കാമുകിമാരാ ചൊല്ലണ്ടേ? അല്ല, കല്യാണപ്രായം എത്തിയവർ ഇൻഷാ അല്ലാഹ് കൽബർജന് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഈ ദുആ ചെയ്തോ, അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കും, അള്ളാഹു കബൂലാക്കും, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കും. അള്ളാഹുവേ ഇവിടെ ചൊല്ലുന്ന സർവ്വ ദുആകളും നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആയത്തേതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ, ഉസ്താദേ 6 കൊല്ലമായി മക്കളില്ല, 7 കൊല്ലമായി മക്കളില്ല, 10 കൊല്ലമായി മക്കളില്ല, 20 കൊല്ലമായി മക്കളില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, ആയത്തേതാ? എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുക്കുക. കാണാപാഠം പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചുകൊള്ളുക, ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചുകൊള്ളുക, ലൈവിലൂടെ കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചുകൊള്ളുക. ആയത്തേതാ? ദുആയേതാ? 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന ഖുർആനുണ്ടല്ലോ, ഒരുപാട് കഥകളുള്ള, ഒരുപാട് ചരിത്രങ്ങളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആയുണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താ അവന്റെ കുടുംബ ജീവിതത്തിലോ, അവന്റെ മക്കളിലോ, അവന്റെ പരമ്പരയിലോ അല്ലാഹു പടച്ച തമ്പുരാ ബറക്കത്ത് തരുന്നതാ. അതുകൊണ്ട് എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു, എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞു. അല്ലാഹ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചവനെ, ഇവിടെ ഇരിക്കുന്ന പാവങ്ങളുടെ കുടുംബ ജീവിതത്തിലോ, അവരുടെ ദാമ്പത്തിക ജീവിതത്തിലോ, അവരുടെ പരമ്പരയിലോ, അവരുടെ മക്കളിലോ ഖൈർ കൊടുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ആരാണോ ദുആ ചെയ്യുന്നവരാരാ, ആരാണോ ദുആ ചെയ്യുന്നവരാരാ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ, ഇഖ്ലാസോടെ ദുആ ചെയ്യുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, അവര് സ്വർഗത്തിലേക്ക് കടക്കുന്നതാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ആരാണോ ഈ ദുആ ചൊല്ലുന്നത്, അവരുടെ കുടുംബത്തിലും ദാമ്പത്തിക ജീവിതത്തിലും പരമ്പരയിലും അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് നൽകണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആരാണോ കരഞ്ഞു ദുആ ചെയ്യണവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിൽ കടക്കൂല. നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയാ, വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്യണവരാരാ, അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയണേ? വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്യണവരാരാ, അവരുടെ ദുആക്ക് എന്റെ പ്രിയമുള്ളവരെ ഇജാബത്തുണ്ടെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഒരുപാട് വാപ്പമാര് വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്.
ഇവിടെ ഒരുപാട് വാപ്പമാര് വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറയാ ആ വെള്ള വസ്ത്രത്തിന് വല്ലാത്ത മഹത്വ. നമ്മൾ പറയും, ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, വെള്ളിയാഴ്ച ദിവസമെങ്കിലും പള്ളിയിൽ പോകുമ്പോ ഒരു വെള്ള വസ്ത്രം ധരിച്ച് അള്ളാന്റെ പള്ളിയിൽ പോകാൻ കഴിയണം. വെള്ളിയാഴ്ച ദിവസമെങ്കിലും അള്ളാന്റെ പള്ളിയിൽ പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പോകാൻ കഴിയണം. ചില ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്, ഈ ക്രിക്കറ്റ് കളിയും വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകണം. വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അള്ളാന്റെ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ പോകണം. ഭയങ്കര രസമാണ്. കാരണം എന്തേ, പള്ളിയിൽ മെസ്സി ഉണ്ടാകും, എംബാപ്പെ ഉണ്ടാകും, റൊണാൾഡോ ഉണ്ടാകും. കാരണം എന്തേ, ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഫുട്ബോൾ കളിക്കാരുടെ പേരുള്ള ബനിയൻ ധരിച്ചിട്ട് അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോണ മക്കൾ അള്ളാഹ് ഹീമ നൽകുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഈ സമസ്തയുടെ SKSBയുടെ പ്രിയപ്പെട്ട മക്കള് ഇവര് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ, ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ അവർക്ക് എന്റെ പ്രിയപ്പെട്ടവർ അതിന്റെ പുറകിൽ ഓടാൻ സമയം ഉണ്ടാവൂല. ആരാണോ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്യണത് അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസമെങ്കിലും പള്ളിയിൽ പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ചു പോകാൻ കഴിയണം. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയാ, നിങ്ങളുടെ നിസ്കാര കുപ്പായം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കഴുകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മമാര് പഠിക്കണം. നമ്മുടെ ഉമ്മമാര് നിസ്കാര കുപ്പായം 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണയെങ്കിലും ആ വെള്ളം ഒന്ന് നനക്കാനെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം. അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ. ചില ഉമ്മമാരെ നിസ്കാര കുപ്പായം കണ്ടു കഴിഞ്ഞാൽ പഠിച്ചവനെ ഇൻഷുറൻസ് എടുക്കേണ്ട അവസ്ഥ. അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ. ചില ഉമ്മമാരുടെ നിസ്കാര കുപ്പായം കണ്ടാൽ സുബ്ഹാനല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ ഇൻഷുറൻസ് എടുക്കേണ്ട അവസ്ഥ. കാരണം എന്തേ, ചില ഉമ്മമാരുണ്ട് പഠിച്ചവനെ നിസ്കാര കുപ്പായത്തിന്റെ കൈയിന്റെ കഫിന്റെ ഭാഗമുണ്ട് സുബ്ഹാനല്ലാഹ്, വുളുവെടുത്തിട്ട് നനഞ്ഞ് കരിമ്പനടിച്ചിട്ടുണ്ടാവും. കരിമ്പനടിച്ച് തുരുമ്പടിച്ച് ഓട്ട വീണിട്ടുണ്ടാവും. നിസ്കാരക്കുപ്പായ അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ. ആരാണോ വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്യണത് അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന ഞാൻ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുക, നിങ്ങളുടെ ഭാര്യമാരുടെയും നിങ്ങളുടെ ഉമ്മമാരുടെയും പെങ്ങന്മാരുടെയും സഹോദരിമാരുടെയും നിസ്കാരക്കുപ്പായത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കണം. ഞാൻ ചോദിക്കട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ട് ഈ നിസ്കാരക്കുപ്പായം ഒരു ഹാങ്കറിൽ ഒരു കൊളുത്തില് തൂക്കിയിടുന്ന എത്ര ഉമ്മമാരെ നമ്മുടെ കൂട്ടത്തിലുള്ള? നിസ്കാരം കഴിഞ്ഞിട്ട് ഈ നിസ്കാരക്കുപ്പായം ഒരു കൊളുത്തിൽ തൂക്കിയിടുന്ന എത്ര ഉമ്മമാരല്ലേ? ഇനി നമ്മുടെ മിക്ക ഉമ്മമാരും ചെയ്യണം എന്താ, ഈ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരക്കുപ്പായം ഈ പൊറോട്ടയുടെ മാവ് കുഴക്കണത് പോലെ ഇതൊരു കുഴക്കല അല്ലപ്പ, ഇതിങ്ങനെ കുഴക്കല. ഇത് കുഴച്ചിട്ട് എന്ത് ചെയ്യും, ഒരു പായിന്റെ അകത്ത് വെക്കും. എന്നിട്ട് ഈ ചിക്കൻ റോള് മടക്കണത് പോലെ ഇങ്ങനെ മടക്കും. മടക്കിയിട്ട് ഞങ്ങളുടെ ആലപ്പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സംബൂസ എന്ന സാധനം കഴിക്കണ സാധനം, ഇതിന് ചെറിയൊരു മടക്കുണ്ട്. ഈ മടക്കണത് പോലെ എന്ത് ചെയ്യും, ഇതിങ്ങനെ നടുവീന്ന് മടുക്കി ഏറ്റവും കൂടുതൽ മാറാലയും പഴുതാരയും പല്ലിയും കയറണത് എവിടെ, അതിന്റെ അടിയിലോട്ട് കുത്തി കയറ്റി വെക്കണം ഉമ്മമാര്. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, വയസ്സലാം, ഒന്നെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അല്ലെ അടുത്ത റമദാൻ. അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, വെള്ള വസ്ത്രം ധരിച്ചു ദുആ ചെയ്താൽ ഇജാബത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്തപ്പോ സുഖമില്ലാത്ത ഭാര്യ എന്റെ പ്രിയപ്പെട്ടവർ എണ്ണീച്ചു നടന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. എന്താ പറയണേ, ഭർത്താവ് വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്തപ്പോ വർഷങ്ങളായി കിടന്ന് കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയ ഭാര്യ എന്റെ പ്രിയപ്പെട്ടവരെ എണ്ണീച്ച് നടന്നു എന്ന ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവേ, ആ ചരിത്രം ഞങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ആരാണോ കണ്ണുനീരോടെ ദുആ ചെയ്യണവര് അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഭർത്താവ് വെള്ള വസ്ത്രം ധരിച്ചു ദുആ ചെയ്തു. ആ ഒറ്റ കാരണം കൊണ്ട് ഭാര്യയുടെ അസുഖങ്ങൾക്ക് ആര് ശമനം നൽകി? അല്ലാഹു ശമനം നൽകി. അല്ലാഹ് ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാഹ്. ഖൈറിലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് നീട്ടൂലപ്പ. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് ഇൻഷാ ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആരാണോ ദുആ ചെയ്യണവരാരാ അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കല് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ മദീന പള്ളിയില് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ എന്റെ പ്രിയപ്പെട്ടവരെ കരയാ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പടച്ചവനെ മദീന ശരീഫിലുണ്ടല്ലോ ഒരു ചെറുപ്പക്കാരനാകുന്ന സഹാബിയുണ്ടല്ലോ, വല്ലാതെ കരയുകയാ, വല്ലാതെ സങ്കടപ്പെടുകയാ. അബൂബക്കർ തങ്ങളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ, ചെറുപ്പക്കാരന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, എന്തിനാ കരയുന്നതു, എന്തിനാ സങ്കടപ്പെടുന്നത്?
കടപ്പെടുന്നതോ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പറയുകയാ, അബൂബക്കർ തങ്ങളെ ഞാനതാ സന്തോഷത്തോടെ ജീവിച്ചവനാ, ഞാൻ സന്തോഷത്തോടെ ജീവിച്ചവനോ, വല്ലാതെ അൽഹംദുലില്ലാഹ് റാഹത്തോടെ ജീവിച്ചവനാ. എന്നാ ഞാനതാ എനിക്ക് കല്യാണ പ്രായമായപ്പോ ഞാനുണ്ടല്ലോ അബൂബക്കർ തങ്ങളെ കല്യാണം കഴിച്ചു തങ്ങളെ, വല്ലാതെ സന്തോഷത്തോടെ ജീവിച്ചതാ. മാസങ്ങൾ കഴിയുമ്പോ ദിവസങ്ങൾ കഴിയുമ്പോ എന്റെ ഭാര്യതാ കിടന്നു തങ്ങളെ, രോഗം വന്നു തങ്ങളെ. എന്റെ ഭാര്യക്ക് എണ്ണീക്കാൻ കഴിയൂല, എന്റെ ഭാര്യക്ക് എണ്ണീക്കാൻ കഴിയൂല. എന്റെ ഭാര്യയുണ്ടല്ലോ ഗർഭിണിയാണ് തങ്ങളെ. എന്റെ ഭാര്യതാ പ്രസവിച്ചു, എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നു. എന്നാ എന്റെ ഭാര്യയുടെ രോഗങ്ങൾക്കോ അള്ളാഹു ശമനം തരുന്നില്ല. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ ചോദിക്കുകയാ, ദുആ ചെയ്യാറില്ലേ, ദുആ ചെയ്യാറില്ലേ? അബൂബക്കർ തങ്ങളതാ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരനാകുന്ന സഹാബിയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പറയുകയാ, തങ്ങളെ നിരവധി തവണ ദുആ ചെയ്തു തങ്ങളെ, അള്ളാഹു കബൂലാക്കുന്നില്ല, അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നതാ പറയുകയാ. അബൂബക്കർ തങ്ങളുണ്ടല്ലോ ആ സഹാബിയുടെ വസ്ത്രം നോക്കുകയാ. ആ വസ്ത്രം നോക്കിയിട്ട് അബൂബക്കർ തങ്ങൾ ചോദിക്കുകയാ, വെള്ള വസ്ത്രം ധരിച്ചു ദുആ ചെയ്യാറില്ലേ? ആ സഹാബിയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പറയുകയാ, അബൂബക്കർ തങ്ങളെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവനാ. അബൂബക്കർ തങ്ങളോ ആ കാണുന്ന സഹാബിയുടെ വസ്ത്രം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കീറിയ വസ്ത്രമാ, അഴുക്കുള്ള വസ്ത്രമാ. അബൂബക്കർ തങ്ങൾ ചോദിക്കുകയാ, ഈ വസ്ത്രമാണോ ധരിക്കുന്നതോ, കീറിയ വസ്ത്രമാണോ ധരിക്കുന്നതോ, അഴുക്കുള്ള വസ്ത്രമാണോ ധരിക്കുന്നതോ? അബൂബക്കർ തങ്ങളോട് പടച്ചവരെ ആ സഹാബി കരഞ്ഞുകൊണ്ട് പറയുകയാ, ഞാൻ എന്റെ വസ്ത്രമുണ്ടല്ലോ ശ്രദ്ധിക്കാറില്ല, ഞാൻ എന്റെ വസ്ത്രമുണ്ടല്ലോ ശ്രദ്ധിക്കാറില്ല, ഞാൻ എന്റെ വസ്ത്രമുണ്ടല്ലോ മൈൻഡ് ചെയ്യാറില്ല. അബൂബക്കർ തങ്ങൾ പറയുകയാ, വീട്ടിലേക്ക് കടന്നു ചെല്ലുക, എന്നിട്ട് ഈ വസ്ത്രം മാറ്റുക, നല്ല മനോഹരമാകുന്നു വെള്ള വസ്ത്രം എടുത്തുകൊണ്ട് ധരിക്കുക, പള്ളിയിലേക്ക് കടന്നു വരിക, ദുആ ചെയ്യുക. ആ സഹാബിയുണ്ടല്ലോ വീട്ടിലേക്ക് പടച്ചവനെ കടന്നു ചെല്ലുകയാ, വസ്ത്രമതാ ഊരി മാറ്റുകയാ, പുതിയൊരു വസ്ത്രം ധരിക്കുകയാ, മദീനത്തേക്ക് കടന്നു വരികയാ, അള്ളാനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാ എന്റെ ഭാര്യയുടെ രോഗത്തിനു ശമനം കൊടുക്കടേ അല്ലാ എന്ന് പറഞ്ഞു ദുആ ചെയ്യുകയാ. ആ സഹാബിയുണ്ടല്ലോ പടച്ചവനെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, വർഷങ്ങളായിട്ടോ കിടന്ന കിടക്കപ്പായിലോ മലമൂത്ര വിസർജനം നടത്തിയ ഭാര്യയുണ്ടല്ലോ എണ്ണീച്ചുകൊണ്ട് നടക്കുകയാ, പൊന്നുമോനെ തോളത്തെടുത്ത് വെച്ചിരിക്കുകയോ, താരാട്ടുപാടുകയാ, വല്ലാതെ നടക്കുകയാ. ഇത് കാണുമ്പോ ആ സഹാബി എന്റെ പ്രിയമുള്ളവരെ വല്ലാതെ അത്ഭുതപ്പെടുകയാ. മദീന പള്ളിയിലേക്ക് തിരിച്ചു വരികയാ, അബൂബക്കർ തങ്ങളോട് പറയുകയാ, സുബ്ഹാനല്ലാഹ്, അത്ഭുതമാ, അത്ഭുതമാ. അബൂബക്കർ തങ്ങള് എന്റെ ഭാര്യയുണ്ടല്ലോ കിടന്ന കിടക്കപ്പായിലു മലമൂത്ര വിസർജനം നടത്തിയ ഭാര്യ എണ്ണീച്ചു നടന്നു തങ്ങള്, എണ്ണീച്ചു നടന്നു തങ്ങള്. അബൂബക്കർ തങ്ങൾ പറയുകയാ, നീ വെള്ള വസ്ത്രം ധരിച്ചു, വെള്ള വസ്ത്രം ധരിച്ചു ദുആ ചെയ്തപ്പോ അല്ലാഹു പടച്ച തമ്പുരാ ദുആക്ക് ഇജാബത്ത് തന്നതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഭർത്താവ് വെള്ള വസ്ത്രം ധരിച്ചു ദുആ ചെയ്തപ്പോ ഭാര്യയുടെ രോഗങ്ങൾക്ക് എന്ത് ചെയ്തു? അല്ലാഹു പടച്ച തമ്പുരാൻ ശമനം നൽകിയെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ ആരാണോ ദുആ ചെയ്യണവരാരാ, ആരാണോ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിൽ കടക്കൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ ഭാര്യയുടെയും ഭർത്താവിന്റെ കഥ പറഞ്ഞപ്പോ ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് പറയാ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുമ്പോ ഫളുഫർ ബിദാത്ത് ദീനുള്ളവർക്ക്, എന്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയണം. ദീനുള്ളവർക്ക് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയണം. ഇപ്പൊ കർണാടകയില് പെൺകുട്ടികളുടെ കല്യാണ പ്രായം എത്ര ദിവസം? കർണാടകയിൽ ഉസ്താദ് എത്രയില്ല കെട്ടിയ? ഉസ്താദ് എത്രയില്ല? 25. അപ്പൊ ആണുങ്ങളുടെ കല്യാണ പ്രായം ഏകദേശം തീരുമാനം അല്ലാഹു നൽകുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 18 വയസ്സാകുമ്പോ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കെട്ടിച്ചു വിടും. കെട്ടിച്ചു വിടൂലേ? കെട്ടിച്ചു വിടൂലേ? വിടൂലേ? അപ്പൊ വിടൂലേ? അപ്പൊ നിങ്ങൾ ലക്ഷദ്വീപിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആണുങ്ങളുടെ കല്യാണ പ്രായം 32 വയസ്സാണ്. അല്ലാഹു നൽകുമാറാവട്ടെ. 32-30 വയസ്സ് വരെ ആ പാവങ്ങൾ ഇങ്ങനെ നിൽക്കുക. കാരണം എന്തേ? നമ്മുടെ നാട്ടില് പെണ്ണിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സ്വർണവും പണ്ടവും കാശും ഒക്കെ വാങ്ങാറില്ലേ? ഉളുപ്പില്ലാത്തൊരു ചില ചങ്ങാതിമാര് ചോദിച്ചു വാങ്ങാറുണ്ട്. ലക്ഷദ്വീപിന് നേരെ തിരിച്ചാ, അങ്ങോട്ട് കൊടുത്താലേ പെണ്ണ് കിട്ടും. അല്ലാഹു നൽകുമാറാവട്ടെ. അങ്ങോട്ട് കൊടുത്താലേ പെണ്ണ് കിട്ടും, അല്ലേ പെണ്ണ് കിട്ടോ? ഇല്ല. ഞാൻ സാന്ദർഭികമായി പറയാ, നമ്മുടെ മക്കളെ നമ്മൾ കെട്ടിച്ചു കൊടുക്കുമ്പോ ദീനുള്ളവർക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം. കള്ളു കുടിക്കുന്നവന്, കഞ്ചാവടിക്കുന്നവന്, പെണ്ണു പിടിക്കുന്നവന്, നിസ്കാരമില്ലാത്തവന് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം, ഇന്നലെ കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ ഒരു പൊന്നുമോള് സുബ്ഹാനല്ലാഹ് ആത്മഹത്യ ചെയ്തു. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്ത്? കല്യാണം കഴിഞ്ഞു. ഭർത്താവ് പറഞ്ഞത് ഓൾക്ക് കളറില്ലാന്ന്. ഭർത്താവ് പറഞ്ഞത് ഓക്ക് കളറില്ലാന്ന്. ഓക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ പെണ്ണിനെ, എന്റെ പ്രിയപ്പെട്ടവരെ, മാനസികമായി വിഷമിച്ചു. ആ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്തു. ഇന്ന് ഖബറില. അല്ലാ നീ പുറത്തു കൊടുക്കണേ, അല്ലാ നീ പുറത്തു കൊടുക്കണേ, അല്ലാ ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ, അല്ലാ. ചില ചെറുപ്പക്കാർ അങ്ങനെയാ പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ വില എന്തെന്നറിയില്ല. ആ ചെങ്ങാതി ആ പെണ്ണിനോട് പറഞ്ഞെന്താ? നിന്റെ നിറം കറുപ്പാണ്, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, സ്വർഗത്തിലേക്ക് കടക്കുന്ന 3ാമത്തെ വിഭാഗമാരാ? റസൂലുള്ള പറയുകയാ, റസൂലുള്ള ഓർമ്മപ്പെടുത്തുകയാ, നരകത്തിൽ നിന്ന് കാവല് വേണോ? സ്വർഗത്തിലേക്ക് പ്രവേശനം വേണോ? റസൂലുള്ള യഥാ പറയുകയാ, സഹാബാ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. പടച്ചവനെ, മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? വെറുതെ കടന്നു വന്നാല് പോരാ. ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? അതബോടെ നിസ്കരിക്കുന്നവരാരാ? തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ? അൽഹംദുലില്ലാഹ്, അവരതാ സ്വർഗത്തിലേക്ക് കടക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, വെറുതെ നിസ്കരിച്ചാല് പോരാ, വെറുതെ ഇബാദത്ത് ചെയ്താല് പോരാ, വെറുതെ സുജൂദ് ചെയ്താല് പോരാ. ആരാണോ ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരോ, തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ, അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ ആരാണോ നിസ്കരിക്കുന്നവരാരാ, അൽഹംദുലില്ലാഹ്, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളോ ഖുർആനോദി പറയുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കോ വൈലെന്ന് പറയുന്ന നരകമാ. ഇബാദത്ത് ചെയ്യുന്നവർക്കോ വൈലെന്ന് പറയുന്ന നരകമാ. സഹാബത്തുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്കോ ഇബാദത്ത് ചെയ്യുന്നവർക്കോ സുജൂദ് ചെയ്യുന്നവർക്കോ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, എന്തിനാണ് നബിയേ? റസൂലുള്ള യഥാ സഹാബത്തിനോട് പറയുകയാ, ചില ആളുകളുണ്ട് സഹാബ, അവര് പള്ളിയിൽ വരുന്നവരോ, അവര് പള്ളിയിൽ വന്നിട്ടോ തഖ്വയില്ലാതെ നിസ്കരിക്കുന്നവരാ, ഇഖ്ലാസ് ഇല്ലാതെ നിസ്കരിക്കുന്നവരാ. പാടില്ല, പാടില്ല. നബി തങ്ങളതാ പറയുകയാ, ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ? അൽഹംദുലില്ലാഹ്, അവര് സ്വർഗത്തിലാ, സ്വർഗത്തിലാ. ദഖലൽ ജന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ.